Oh dear all, welcome to a new video of Banking Tech Spot. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്പ്, ഒരു 80% ആൾക്കാർക്കും അറിയാവുന്ന ഒരു കിഡിലം RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ചില സമയത്ത് വ്യാജ ലോൺ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഇൻ്റർഫേസ്, ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് തന്നെ സിബിൽ ഇല്ലാത്തവർക്കും സിബിൽ വളരെ കുറവുള്ളവർക്കും അവർ ലോൺ കൊടുക്കുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് പറയാനുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിലൊരു ഒരു കോൺടെസ്റ്റ് റൺ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സിബിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുവഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10 രൂപയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 22,000 പേരുണ്ട്. അതിലൊരു 15,000 പേര് ചെക്ക് ചെയ്താൽ പോലും 1.5 ലക്ഷം രൂപ കിട്ടും. അത് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരാൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓഫർ ചെയ്തിരിക്കുന്നത് 100 രൂപയാണ്. 15,000 പേര് ഓഫർ നിങ്ങളിതിൽ ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. ഈ 15 ലക്ഷം രൂപ നമുക്ക് മിക്ക ആൾക്കാർക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, അതിപ്പോൾ 1 ലക്ഷം വെച്ചോ അല്ലെങ്കിൽ 50,000 വെച്ചോ 25,000 വെച്ചോ, അങ്ങനെ ഒരുവിധം ആൾക്കാർക്ക് എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ മാക്സിമം അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ഒന്ന് നിങ്ങളുടെ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന ഓപ്ഷൻ, അത് നിങ്ങളുടെ സിബിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതേപോലെ തന്നെ ഏഞ്ചൽ ലോണിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ട്രേഡിങ്ങോ ഒന്നും ചെയ്യേണ്ട, പൈസ പോകുന്ന കേസാണ്. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊരു ചെറിയൊരു ലെങ്തി പ്രോസസ്സാണ്. ഈ സിബിലിൻ്റെ അല്ല, നമ്മുടെ ഏഞ്ചൽ ലോണിൻ്റെ ആ ഒരു ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് ലെങ്തി, ഒരു 2-3 മിനിറ്റ് എടുക്കുന്ന പ്രോസസ്സാണ്. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ്, ബാങ്ക് നമ്പർ, ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വേറെ ഒന്നുമല്ല, റാം ഫിൻകോർപ്പ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. റാം ഫിൻകോർപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ കുറഞ്ഞ സിബിലുള്ളവർക്ക് പോലും അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് 10,000 രൂപ എനിക്ക് അപ്രൂവ്ഡായ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്, വെറും 6 ദിവസത്തേക്ക്. അപ്പോൾ ഞാനിത് പറയും, ഇത് വെറും ശുദ്ധ പോക്കൃത്തരമാണ്. കാരണം RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ കാരണം വ്യാജ ലോൺ ആപ്ലിക്കേഷൻസ് പോലും ഇത്രയും രീതിയിൽ ലോൺ കൊടുക്കുന്നില്ല. അവരെങ്കിലും 7 ഡേയ്സ് നമ്മൾ പറയുന്നത്. ഇവർ നമ്മൾ 6 ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെങ്കിൽ അടയ്ക്കട്ടെ എന്ന രീതിയിലാണ് ഈ 10,000 രൂപ 6 ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എടുത്തില്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ചു. 1-2 ദിവസം ഇങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ വരികയാണെങ്കിൽ എടുക്കരുത്. കാരണം അതിൻ്റെ ആ ഒരു ടെന്യൂരിറ്റി, കാലാവധി നോക്കണം. അല്ലാതെ നിങ്ങളൊരു 50-60% ആൾക്കാർക്കും അടയ്ക്കാൻ പറ്റില്ല. കാരണം സിബിൽ അത് നല്ല പ്രശ്നങ്ങൾ വരും. നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയും എമൗണ്ട് ഇത്രയും ദിവസത്തിൽ ഒരിക്കലും നമുക്ക് റൗണ്ട് ചെയ്ത് വരാൻ ചാൻസ് കുറവാണ്. എനിക്കും അത് ചില സമയങ്ങളിൽ കഴിയില്ല. ഞാനിത് എടുത്തിട്ടില്ല. ഓക്കെ, ഈ എമൗണ്ട് ഞാൻ എടുത്തിട്ടില്ല, അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു 9 ദിവസമാക്കി തന്നു. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, ഇത് എടുക്കേണ്ട, വേണ്ട, 9 ദിവസം കൊണ്ട് നമുക്ക് 15 ദിവസവും 30 ദിവസം കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് 6 ദിവസവും 9 ദിവസം കൊണ്ട് അടയ്ക്കുന്നത്? അപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്നത് തികച്ചും പോക്രിത്തരങ്ങൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു RBI ആപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്രയും ദിവസത്തെ ലോണിൽ, ഇത്രയും ദിവസത്തെ ആ ഒരു ടെന്യൂരിറ്റിയിൽ ലോൺ കൊടുക്കുന്ന വളരെ മോശം കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇത് കാരണം സിബിലിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മറ്റാപ്പിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല. ഇത് ശ്രദ്ധിക്കുക. അവസാന യവന്മാർ കറങ്ങി തിരിഞ്ഞ് വന്നു. എനിക്ക് 36 ദിവസത്തെ കാലാവധി ആയിരുന്നു. അപ്പോൾ ഞാൻ ലോൺ എടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഇനി എൻ്റെ റീപേയ്മെൻറ്റ് ഡേറ്റ് 3/6/2025 ഏകദേശം 36 ദിവസം കൊണ്ട് നമുക്ക് അടച്ചാൽ മതി. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അടയ്ക്കാം. അപ്പോൾ പിന്നൊരു കാര്യം, ഇവരുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കണ്ടോ? ഞാൻ അടയ്ക്കേണ്ട തുക 13,600 രൂപയാണ് ഇവിടെ അടയ്ക്കേണ്ട തുക. നമുക്ക് അതിൻ്റെ ലോൺ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുത്ത തുക ഇവിടെ എനിക്ക് അപ്രൂവലായിരിക്കുന്ന തുക 10,000 രൂപയാണ്. ഇതിലൂടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 8,200 രൂപയാണ് കയ്യിൽ കിട്ടിയത്. നമുക്ക് 8,000 കൂട്ടാം. അപ്പോൾ തന്നെ നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് 10,400 രൂപ അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ 2,400 രൂപയോളം ഇൻട്രസ്റ്റ് ആയി. അതിനുശേഷം അവർ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ, അതായത് 13,600 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. 3/6/2025 നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ 3,600 രൂപ എക്സ്ട്രാ അടയ്ക്കണം. അപ്പോൾ 3,600ഉം മറ്റേ 8 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, 2 10. അപ്പോൾ ഏകദേശം 5,600 6,000 രൂപയോളം, അതായത് ഒരു ബാങ്ക് കൊടുക്കാത്ത അത്രയും തരത്തിലുള്ള ഭീമമായ ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റാണ് റാം ഫിൻകോപ്പ് ലോൺ തരുന്നത്. മാക്സിമം ഇതിൽ നിന്നും എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. അല്ലാതെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ക്യാഷ് എടുത്ത് മാസം നമ്മുടെ എത്ര രൂപയാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ എടുത്തു പോകും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് ആരുടെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ 5-6 പേർക്ക് ചോദിക്കുക, അറിയാവുന്ന സുഹൃത്തുക്കളോട് ചോദിക്കുക, കടം ചോദിക്കുക. അവർ തന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ആപ്പുകളിൽ, എസ്പെഷ്യലി റാം ഫിൻകോപ്പ് പോലുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ലോൺ എടുക്കുക. ഓക്കെ, കാരണം ഇതും ഞാൻ മാസം 6000 രൂപ പിന്നെ എൻ്റെ മദറിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് കൂടുതൽ എമൗണ്ടാണ്. അങ്ങനെ കുറച്ച് ഇപ്പോൾ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. ഒരു മാസം പലിശയായി തന്നെ എത്ര രൂപ കൊടുക്കുന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഒരിക്കലും ഒരാളെയും പ്രൊമോട്ട് ചെയ്യില്ല, എന്താ പറയുക, നിർബന്ധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കോൺടെസ്റ്റ് റൺ ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ലിങ്ക് ഫസ്റ്റിൽ ഞാൻ റാം ഫിൻകോപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. താല്പര്യക്കാർ അതിൽ കയറുക, ഇല്ലാത്തവർ കയറി നോക്കരുത്. സെക്കൻഡ്, ഞാൻ ആ ഒരു സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന ലിങ്ക് കൊടുത്തിരിക്കാം. അത് നിങ്ങളുടെ സിബിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ തേർഡ്, ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ ആ ഒരു ബ്രോക്കിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അത് നിങ്ങൾ ആപ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ട്രേഡിങ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൈസ പോവും അറിയാത്തവർക്കാണെങ്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നത്. അതേപോലെ തന്നെ ഞാൻ മുമ്പ് പറയുന്ന പോലെ ഒരുപാട് ആപ്ലിക്കേഷൻ, RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അത് സിബിലിൻ്റെ ബേസിലല്ലാതെയും അതുപോലെ തന്നെ സാലറി ബേസ് അല്ലാതെയും സാലറി ബേസിലും സ്റ്റേറ്റ്മെൻറ്റ് ബേസിലും അങ്ങനെ പല ബേസിലും സർവഗേറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി വരുന്ന വീഡിയോസിൽ അതെല്ലാം ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.